മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ്, ലോറൻസ് ഫോഴ്സ് എന്താണ്, ആ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ബാക്കിയാണ്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന ഹെഡിങ്ങിലാണ് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ തന്നെ അടുത്ത ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ആൻ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ, കറണ്ട് അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ഉള്ള ഒരു കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ആ കറണ്ട് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. ആ ഫോഴ്സ് എത്ര എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെറിയൊരു ഡെറിവേഷനാണ്. ഫൈനൽ ആൻസർ നമുക്ക് ബൈഹാർട്ട് ആക്കേണ്ടതുണ്ട്. അത് മാത്രം പോരാ, നമുക്ക് ഈ ഡെറിവേഷനും നമുക്ക് ആവശ്യമുള്ളതാണ്, സിലബസിലുള്ളതാണ്, ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അതുകൊണ്ട് ഈ ഡെറിവേഷൻ നമുക്ക് വളരെ സിമ്പിൾ ഡെറിവേഷനാണ്, വളരെ കുറഞ്ഞ ഭാഗങ്ങൾ ഇതിലുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. അതിൽ ആദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. നോക്കൂ, ഡയഗ്രം ഞാൻ പറയാം. നോക്കൂ, ഇത് ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൻ്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ട് പി ക്യു. ഉണ്ടോ? പി ക്യു ഈസ് എ കണ്ടക്ടർ. ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. റെഡിയാണല്ലോ? കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ, പി ക്യു ആണ് കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ലെങ്ത് സ്മോൾ എൽ. ഇതൊന്നൊന്നുമില്ല, ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള കണ്ടക്ടർ കാണിക്കുന്നു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, ലെങ്ത് സ്മോൾ ലെറ്റർ എൽ, പേര് പി ക്യു. നോ ഇഷ്യൂ, പ്രശ്നമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഞാനിവിടെ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കൂ, ഈ ആക്സിസിനെ ഞാൻ വൈ ആക്സിസ് എന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. എക്സ് ഓർ വൈ നിങ്ങൾക്കറിയാം, ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇത് നമുക്ക് ഏത് രൂപത്തിലും നമുക്കതിനെ പിടിക്കാം. ആകെയുള്ള കണ്ടീഷൻ എന്താണ്? ഓൾ ദ ത്രീ ആക്സസ് മസ്റ്റ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ്. അപ്പോൾ ഞാൻ ഈ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എലോങ് വൈ ഡാഷ് ആക്സിസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, വൈ ഡാഷ്. മാത്രമല്ല ഈ ഏരിയയിൽ മുഴുവൻ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എലോങ് സെഡ് ഡിറക്ഷനാണ്. എന്ന് വെച്ചാൽ നോക്കൂ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ ആയിരിക്കും, ഈ ഡിറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ഇവിടെ മുകളിലേക്ക് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അതിനെ ഇവിടെ ഡയഗ്രാം വൃത്തികേടാകാതെ മാർക്ക് ചെയ്തതാണ്. അവിടെ ബി എന്നുള്ളത് മാത്രം മാർക്ക് ചെയ്തതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ സെഡ് ഡിറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. കണ്ടക്ടർ ലൈസ് അലോങ് വൈ ഡാഷ്. മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ, മുകളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ആ സമയത്ത് ഒരു ഫോഴ്സ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫോഴ്സ് ഇങ്ങോട്ടാണോ നമ്മൾ കണ്ടെത്താൻ പോകുന്നതാണ്, നമ്മുടെ ഫൈനൽ റിസൾട്ടാണ്. ഞാൻ ഡയഗ്രം ഓൾറെഡി വരച്ചതുകൊണ്ട് ഇവിടെ അത് കാണിച്ചെന്ന് മാത്രം. ഇതിൻ്റെ ഡീറ്റെയിലാണ്. ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, അതിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആസ് യു നോ ദാറ്റ് ദർ ആർ എ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ. അല്ലേ? കണ്ടക്ടറിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതിലെ ഒരു ഇലക്ട്രോണിനെയാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. കണ്ടല്ലോ, നമുക്ക് ഒരു ഇലക്ട്രോൺ, ഈ നെഗറ്റീവ് ചാർജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത്തരം ഒരു ഇലക്ട്രോണിനെയാണ്. നോക്കൂ, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ കാരണം ഇതിലൊരു കറണ്ട് ഉണ്ട്. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണല്ലോ, ആ കറണ്ടിൻ്റെ ഡിറക്ഷനാണ് നോക്കൂ ഇവിടെ കൊടുത്തത്. കണ്ടോ, ഐ വെക്ടറിയൽ എന്ന് കൊടുത്തത്. വെക്ടറിയൽ എന്താണെന്ന് ഞാൻ പറയാം. ഐനെ നിങ്ങൾ മനസ്സിലാക്കുക, കറണ്ടിൻ്റെ ഡിറക്ഷനാണ് ഇതാ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ കറണ്ട് നോക്കൂ, ഇവിടുന്ന് പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് കറണ്ടിൻ്റെ ഡിറക്ഷൻ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിൻ്റെ മോഷൻ എങ്ങനെ ഉണ്ടാവുക? അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചാണ്. കറണ്ടിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഉണ്ടാവും. അപ്പോൾ സിൻസ് ഹിയർ ദ കറണ്ട് ഈസ് ഡിറക്റ്റഡ് ഫ്രം പി ടു ക്യൂ, പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് കറണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എവിടെ നിന്ന് എടുക്കാൻ മൂവ് ചെയ്യുക? ക്യൂയിൽ നിന്ന് പിയിലേക്ക്. അത്തരം ഒരു ഇലക്ട്രോണിനെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. ആ ഇലക്ട്രോൺ നോക്കൂ, ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് പി, അല്ലെങ്കിൽ ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടർ. അതാണ് പി എന്ന് പറഞ്ഞത്. ഈ ഭാഗമാണ് പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടർ, ഈ ഭാഗമാണ് നെഗറ്റീവ്. എങ്ങനെ മനസ്സിലായി? ഫ്രം ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ. ഇനി നോക്കൂ, ഈ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് എൻഡിലേക്ക്, അതായത് പിയിലേക്ക് വരുന്ന വെലോസിറ്റിയാണ് എന്ത്? വി ഡി. കണ്ടോ,
വി ഡി. എന്താ വി ഡി? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി സ്പീഡിലാണ് ഇത് എങ്ങോട്ട് വരുന്നത്? ഇത് പോസിറ്റീവ് എൻഡിലേക്ക് വരുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഇലക്ട്രോണ് മാഗ്നറ്റിക് ഫീൽഡിലാണുള്ളത്, അവിടെ വി ഡി വെലോസിറ്റിയിൽ അതിങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫോഴ്സ് ഓൺ, നോക്കൂ, ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ, ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ. ഏത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിൻ്റെ മുകളിലുള്ള ഫോഴ്സിനെ ഞാൻ എഴുതാം. ഏത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ ഒരു ഇലക്ട്രോൺ ഞാൻ അവിടെ പരിഗണിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോണിൻ്റെ മുകളിലുള്ള ഫോഴ്സ് ഈക്വൽ ടു എന്താ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ വി വെലോസിറ്റിയിൽ ഒരു ചാർജഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അപ്പോൾ ഇവിടുത്തെ ക്യൂ ആരാ? മൈനസ് ഇ ഇൻറ്റു വി ആരാ? വി ഡി ക്രോസ് വെക്റ്റർ ബി, വി ഡി ക്രോസ് വെക്റ്റർ ബി. മനസ്സിലായോ? ഇക്വേഷൻ നമ്പർ 1. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ എത്ര ഉണ്ട് നോക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈക്വൽ ടു, ഞാൻ എഴുതുന്നു ക്യാപിറ്റൽ എൻ. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ. ഓക്കെ, ആ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തൊരു ടേം ആണല്ലോ സ്മോൾ ലെറ്റർ എൻ. എന്താണത്? നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓർക്കുന്നില്ലേ? നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഡീൽ ചെയ്തതാണ്. അതുകൊണ്ട് നോക്കൂ, ഇതിൻ്റെ ഒരു വോളിയത്തിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണാണ് സ്മോൾ ലെറ്റർ എൻ. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അതാണ് എൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈക്വൽ ടു എൻ ഇൻറ്റു വോളിയം. വോളിയം എന്താ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. മനസ്സിലായോ? ഒരു വോളിയത്തിലെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് സ്മോൾ ലെറ്റർ എൻ ഇൻറ്റു ടോട്ടൽ വോളിയമാണ് എ എൽ. അല്ലേ? സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അതുകൊണ്ട് ടോട്ടൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ടോട്ടൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ദാ ഇവിടെ ഈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് ഇ എൻ ഇൻറ്റു വി ഡി ക്രോസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കതിനെ എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് എൻ എ എൽ ഇ ഇൻറ്റു വി ഡി ക്രോസ് വെക്റ്റർ ബി മനസ്സിലായോ? ഈക്വേഷൻ റെഡി അല്ലേ? ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. യെസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ നമുക്ക് പല രൂപത്തിലേക്ക്, കാരണം ഇതിൽ വെക്റ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് വി ഡിയും വെക്റ്റർ ബിയും ആണ്. ഞാനിതിനെ ഒന്നുകൂടെ ഇങ്ങനെ മാറ്റി എഴുതാൻ പോവാണ്. ഓക്കെ, ദിസ് ഈസ് ഓൾ റൈറ്റ്, നോ ഇഷ്യൂ. നോക്കൂ, ഇവിടെ ഞാൻ ഇനി പുതിയൊരു ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ആ ടേമിൻ്റെ പേരാണ് കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ. എന്താ നോക്കാം. കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ എന്നുള്ള സൂചിപ്പിക്കുന്നതാണ് ഐ വെക്റ്റർ എൽ. അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തത്. കണ്ടോ? കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ ഐ വെക്റ്റർ എൽ. എന്താ കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ? കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. കറൻറ്റിൻ്റെയും കണ്ടക്ടറിൻ്റെ ലെങ്ത്തിൻ്റെയും വെക്റ്റർ ലെങ്ത്തിൻ്റെയും കണ്ടക്ടറിൻ്റെ വെക്റ്റർ ലെങ്ത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റിനാണ് കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. എന്താ ഈ വെക്റ്റർ ലെങ്ത്ത്? ഇപ്പോൾ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇത് എൽ ലെങ്ത് ഉണ്ട്, ഇതിലൂടെ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറൻറ്റ് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ വെക്റ്റർ എൽ. ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, എന്നാൽ നോക്കൂ, ഒരു കണ്ടക്ടർ നോക്കൂ, ഇങ്ങനെയുള്ളത് കണ്ടോ? ഇതിലൂടെ ഐ കറണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എല്ലാണ്. പക്ഷേ ഇവിടുത്തെ കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതാണ് ഇവിടുത്തെ പിന്നെ ഇഫക്റ്റീവ് ലെങ്ത്ത്. മനസ്സിലായോ? അതാണ് വെക്റ്റർ ലെങ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വെക്റ്റർ ലെങ്ത്ത് ഇത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ വെക്റ്റർ എൽ അല്ല, ഐ വെക്റ്റർ എൽ ഡാഷ് ആണ്. വേറെ എൽ ഡാഷ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ലെങ്ത്താണ്. മനസ്സിലായോ? ഈ റെഡ് കളറിൻ്റെ ഈ ലെങ്ത്താണ് ഞാൻ എൽ ഡാഷ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഈ മൊത്തം ലെങ്ത്ത് അല്ല എടുക്കേണ്ടതെന്ന് അർത്ഥം. പക്ഷേ ഈ ഒരു കേസ് നമ്മുടെ കേസിൽ വരുന്നില്ല, ബിക്കോസ് നമ്മളത് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയതുകൊണ്ട് നമ്മളത് ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ കറൻറ്റ് എലിമെൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഐ വെക്റ്റർ എൽ.
അപ്പോൾ അതിൻ്റെ എല്ലിൻ്റെ ഡിറക്ഷൻ എന്താണോ ആ പാർട്ടിലൂടെ കറണ്ട് പോകുന്ന ഡിറക്ഷൻ, ദാറ്റ് ഈസ് ദ ഡിറക്ഷൻ. മനസ്സിലായല്ലോ? കറണ്ടിൻ്റെ ഡിറക്ഷനാണ് അവിടുത്തെ ഐ വെക്ടർ എല്ലിൻ്റെ ഡിറക്ഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് എലിമെൻറ്റ് വെക്ടർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കറണ്ട് എലിമെൻറ്റ് വെക്ടർ കറണ്ടിൻ്റെയും ലെങ്ത്തിൻ്റെയും പ്രോഡക്റ്റ് ആണ്. പക്ഷേ അത് വെക്ടർ ലെങ്ത് ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ ഉണ്ടാകൂ, മറ്റത് എൻട്രൻസിന് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിൻ്റെ ഡിറക്ഷനാണ് ഈ എല്ലിൻ്റെ ലെങ്ത് എന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കറണ്ടിൻ്റെയും വി ഡിയുടെയും കറണ്ടിൻ്റെയും, അല്ലെങ്കിൽ എല്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കാൻ ഈ കറണ്ട് എലിമെൻറ്റ് വെക്ടറിലെ എല്ലാണ്. അപ്പോൾ എല്ലിൻ്റെ ഡിറക്ഷനും വി ഡിയുടെ ഡിറക്ഷനും ഓപ്പോസിറ്റാണ്. കാരണം വി ഡിൻ്റെ ഡിറക്ഷൻ നോക്കൂ, ഇവിടുന്ന് ടുവേർഡ്സ് പി ആണ്. എല്ലിൻ്റെ ഡിറക്ഷൻ നോക്കൂ, ടുവേർഡ്സ് ക്യൂ ആണ്. മീൻസ് ഓപ്പോസിറ്റ് ടു വി ഡി ആണ്. മനസ്സിലായല്ലോ? ഇവിടെ എല്ല് വെക്ടറായിട്ടല്ല ഞാൻ റെപ്രസെൻ്റ് ചെയ്തത്, എല്ലിനെ വെക്ടറാക്കാൻ പോവാണ്. അപ്പോൾ നോക്കൂ, അതുകൊണ്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് എൽ വെക്ടർ വി ഡി ഈക്വൽ ടു വി ഡി വെക്ടർ എൽ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? നോക്കാം, ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് രണ്ട് ഭാഗത്തും നോക്കും, മാഗ്നിറ്റ്യൂഡ് ചെക്ക് ചെയ്യാം. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എൽ വി ഡി, ഇവിടെ മാഗ്നിറ്റ്യൂഡ് വി ഡി എൽ. അപ്പോൾ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇനി ഡിറക്ഷനാണ് നോക്കേണ്ടത്. ഇവിടെ എൽ എച്ച് എസിലെ ഡിറക്ഷൻ നോക്കൂ, വി ഡി ഒക്കെയാണ് വെക്ടർ ഉള്ളത്, പിന്നെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. വി ഡിൻ്റെ ഡിറക്ഷൻ ഇതാണ് വി ഡിൻ്റെ ഡിറക്ഷൻ. അതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങോട്ടായി? അത് നോക്കൂ, ഇങ്ങോട്ടായി ഡിറക്ഷൻ. റെഡി അല്ലേ? ദെൻ നോക്കൂ, ഇവിടെ വി ഡി വെക്ടർ എൽ, ഇതിൽ വെക്ടർ എല്ലിനാണ് ഡിറക്ഷൻ. വെക്ടർ എല്ലിൻ്റെ ഡിറക്ഷൻ ഓൾറെഡി എങ്ങോട്ടാണ് വെക്ടർ എല്ലിൻ്റെ ഡിറക്ഷൻ? അങ്ങോട്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം ഡിറക്ഷൻ അല്ലേ? മനസ്സിലായോ? അപ്പോൾ നോക്കി, ഈ ഇക്വേഷൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഇക്വേഷൻ നമ്പർ 1 നോക്കൂ, 2 നോക്കൂ. ഇക്വേഷൻ 2ൽ ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ? ഇവിടെ മൈനസ് ഉണ്ട്, ഹിയർ ഇറ്റ് ഈസ് മൈനസ്. ഇവിടെ എല്ലുണ്ട്, ഇവിടെ വെക്ടർ വി ഡി ഉണ്ട്. അതിന് മൂന്നിനും പകരം ഞാൻ എന്തിടാൻ പോവാണ്? വി ഡി വെക്ടർ എൽ ഇടാൻ പോവാം. വി ഡി വെക്ടർ എൽ, ദാറ്റ് മീൻസ് ഈ ഇക്വേഷനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ദാറ്റ് ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ഞാൻ എഴുതുന്നു എൻ ഇ എ, ഓക്കെ, എൻ ഇ എ വി ഡി ഇൻ ടു പിന്നെ വി ഡി, ഈ വി ഡി ആണ് ഈ എഴുതിയത്. അപ്പോൾ മൈനസ് എല്ലിനെ ഒഴിവാക്കി, ദെൻ വെക്ടർ വി ഡിനെയും കൂടെ മാറ്റി. അതിന് പകരം ഇപ്പോൾ വി ഡി ആയി ഞാനാ കുറവുള്ളത് വെക്ടർ എൽ. ക്രോസ് പ്രോഡക്റ്റ് ആരെങ്കിലും പറ്റുള്ളൂ വെക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ നോക്കൂ, ഇനി ബാക്കിയുള്ള ആളുകൂടെ വെക്ടർ എൽ ക്രോസ് വെക്ടർ ബി. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം മാഗ്നിറ്റ്യൂഡ് ചെക്ക് ചെയ്യാം. എൻ എ എൽ ഇ അല്ലേ? എൻ എ എൽ ഇവിടെ ഉണ്ട്, ഇ ഇവിടെ ഉണ്ട്. വി ഡി ക്രോസ് ബി ഉണ്ട്, വി ഡി ഇവിടെ ഉണ്ട്, പിന്നെ ക്രോസ് ബി ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ വെക്ടറിന് മാത്രമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. അതിനാണ് നമ്മൾ ഈ ഒരു റിലേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ റിലേഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തി. ഇനി നോക്കൂ, എൻ ഇ എ വി ഡി നിങ്ങൾക്ക് ഇതുവല്ല പരിചയമുണ്ടോ? നിങ്ങൾക്ക് എൻ ഇ എ വി ഡി, വാട്ട് ഈസ് എൻ ഇ എ വി ഡി? അതൊന്നും ഓർമ്മയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. I is equal to NEAVD, current electricity. It is nothing but I. Therefore, you can write vector F is equal to I vector L cross vector B. I vector L cross B. Now, this is the equation for, this is the force experienced by a current carrying conductor inside a magnetic field. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി. ഐ വെക്ടർ എൽ ക്രോസ് ബി. മനസ്സിലായോ? അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയി. ഡെറിവേഷൻ ഈസ് നൗ ഓവർ. കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഡെറിവേഷൻ തന്നെയാണ്. ആകെ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട പ്രയർ നോളജ് എന്ന് പറഞ്ഞാൽ ഐ സിക്കൽ എൻ ഇ എ വി ഡി. ഈ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. ദെൻ നമ്പർ ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഫോഴ്സ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ
when placed while moving through a magnetic field with velocity v ആണെങ്കിൽ F is equal to Q into V cross P. അത് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് നമ്മൾ ഇവിടെ കൊടുക്കണം. ആ നെഗറ്റീവ് ആരിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? ഡിറക്ഷനിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഡിറക്ഷൻ എന്താ? വി ക്രോസ് ബിൻ്റെ ഡിറക്ഷനാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ മുകളിലുള്ള ഫോഴ്സാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ടോട്ടൽ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ NaL എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ഫോഴ്സ് നമുക്ക് കിട്ടി. റെഡിയല്ലേ? എന്നിട്ട് നോക്കുക, ആ ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു കറണ്ട് എലിമെൻറ്റ് വെക്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ അതിൽ കൊടുത്തു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് നമ്മളതിനെ മാറ്റിയിട്ടുള്ളത്. ഇനി നോക്കൂ, F is equal to IL cross B എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? F is equal to IL cross B. That is the equation. Vector F is equal to IL cross B. IL cross B. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഫോഴ്സ് എന്താ വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഫോഴ്സ് F is equal to ILB sin theta. വേർ തീറ്റ എന്താ? അതിൻ്റെ ബാക്കിലേക്കാണ് വരിക. ഇവിടെ ആരാളുള്ളത്? മാഗ്നറ്റിക് ഫീൽഡും എല്ലും. എല്ലിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഐൻ്റെ ഡിറക്ഷനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലിനും ബിക്കും ഇടയിലുള്ള ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറഞ്ഞാൽ. തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. ആ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഫ്ലോ ആണ്. അവർ ടെക്നിക്കലി യൂസ് ചെയ്യാണ് കേട്ടോ. ലിറ്ററലി അതിൽ ഫ്ലോ ഓഫ് ചാർജ് എന്നാണ് നമ്മൾ സംസാരിക്കുക. ഡസൻ മാറ്റർ, നോ ഇഷ്യൂ. ഇനി നോക്കൂ ഇവിടെ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ 10th നമ്മൾ സൂചന തരുന്നുണ്ട് ഇക്വേഷൻ പഠിക്കുന്നില്ലെങ്കിലും. ഇനി നമുക്ക് തീറ്റ 0 ആണെങ്കിൽ, തീറ്റ 0 ഓർ 180 ഡിഗ്രി ആണെങ്കിൽ ഇക്വേഷൻ എന്താ? F is equal to ILB sin 0 അല്ലേ? F is equal to ILB sin 0. അപ്പോൾ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എന്താ അതിൻ്റെ മീനിങ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിലാണ് നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉള്ളെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിലാണ് കറണ്ട്, അല്ലെങ്കിൽ അതിന് പാരലലോ ആൻറ്റി പാരലലോ ആയിട്ടാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉള്ളെങ്കിൽ അതിന് മുകളിൽ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല. Thus, current carrying conductor placed parallel to the direction of the magnetic field does not experience any force. അതിലൊരു ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചു എന്നതുകൊണ്ട് എന്തില്ല? ഫോഴ്സ് ഇല്ല. അത് ഫീൽഡിന് പാരലലായിട്ടാണ് വെച്ചതെങ്കിൽ ഇറ്റ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്. ഇനി നോക്കൂ, തീറ്റ 90 ആണെന്നുണ്ടെങ്കിൽ, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡയഗ്രത്തിലൊക്കെ കാണിച്ചതാണ് അല്ലേ? കാരണം മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇങ്ങനെയല്ലേ വെച്ചത്. അപ്പോൾ F is equal to ILB sin 90 equal to ILB. ഇതാണ് മാക്സിമം ഫോഴ്സ്. മാക്സിമം ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ when placed in a magnetic field is ILB. Thus, current carrying conductor placed perpendicular to the direction of the magnetic field experiences maximum force. അതിൻ്റെ മുകളിൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. അറിയാം. റെഡി? അപ്പോൾ നമ്മൾ വെക്റ്റർ റിലേഷൻ കണ്ടു ഫോഴ്സിൻ്റെ. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ഡിറക്ഷനാണ്. ഡിറക്ഷൻ സംസാരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, ഞാൻ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കും. ഡിറക്ഷന് നിങ്ങളോട് എപ്പോഴും ഡിറക്ഷൻ പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾ ആരോടും ചോദിക്കേണ്ടതില്ല. അത് നിങ്ങൾക്കറിയാം. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇതിലാണ് ആരുള്ളത്? എൽ ക്രോസ് ബിയുടെ അല്ലേ? അപ്പോൾ എഫിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ക്രോസ് ബിൻ്റെ ഡിറക്ഷനാണ്. അപ്പോൾ എൽ ക്രോസ് ബിൻ്റെ ഡിറക്ഷൻ കാണാൻ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. പിന്നെ മാത്തമാറ്റിക്സിൽ വെക്ടേഴ്സിൽ നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. എല്ലിൽ നിന്ന് ബിയിലേക്ക് നിങ്ങൾ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് നിങ്ങൾ കേൾ ചെയ്യാം. ദെൻ സ്ട്രെച്ച്ഡ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റും എവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എവിടെയും നിങ്ങൾക്ക് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മുകളിലുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ കാണാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് എൽ ക്രോസ് ബിൻ്റെ ഡിറക്ഷൻ കണ്ടെത്തലാണ്. എ ക്രോസ് ബിൻ്റെ ഡിറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്കറിയാതെ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കണം. ഇന്ന് തന്നെ ക്ലാസ്സിൽ ചോദിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഞാനിവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡിറക്ഷൻ കണ്ടെത്താം. പക്ഷേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ഡിറക്ഷൻ കണ്ടെത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾക്ക് എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഇത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ, അതായത് മാക്സിമം ഫോഴ്സ് F=ILB കിട്ടുന്ന സന്ദർഭത്തിൽ മാത്രമേ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഡിറക്ഷനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എ ക്രോസ് ബി അല്ലെങ്കിൽ എൽ ക്രോസ് ബിയുടെ ഡിറക്ഷനാണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് സെയിം കാര്യം ഞാൻ പറയേണ്ടതില്ല.
ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫസ്റ്റ് 3 ഫിംഗേഴ്സ് അത് സ്ട്രെച്ച് ചെയ്യുക സച്ച് ദാറ്റ് 4 ഫിംഗർ എന്താ കമോൺ 4 ഫിംഗർ ഫീൽഡ്, സെൻട്രൽ ഫിംഗർ കറണ്ട്, ദെൻ സ്ട്രെച്ച്ഡ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് നൽകുന്നു. അപ്പം നമ്മുടെ ഫിഗറിൻ്റെ പ്രത്യേകത, ഫിഗറിൽ മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിസിലാണ്. അവന് അതിലേക്ക് നോക്കിയാൽ മതി. കറണ്ട് പോസിറ്റീവ് Y ഡിറക്ഷനിലാണ്. അപ്പോൾ എഫ് പോസിറ്റീവ് X ഡിറക്ഷനിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾക്കത് നമ്മുടെ ഡയഗ്രമായിട്ട് കമ്പയർ ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ നോക്കൂ, ഇവിടെ കറണ്ട് ഈ ഡിറക്ഷനിലാണ്, ഫോഴ്സ് ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ എൽ ക്രോസ് ബി അപ്ലൈ ചെയ്യുക. എൽ ക്രോസ് ബി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ റൈറ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. എൽ ക്രോസ് ബി അപ്ലൈ ചെയ്താൽ എല്ലിൽ നിന്ന് ബിയിലേക്ക് തിരിക്കുക. അപ്പോൾ നോക്കൂ, സ്ട്രെച്ച്ഡ് തമ്പ് നോക്കൂ ഇങ്ങോട്ട്, അത് പോസിറ്റീവ് X ഡിറക്ഷനിൽ. ഇനി ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. 4 ഫിംഗർ ഫീൽഡിൻ്റെ ഡിറക്ഷൻ, ദെൻ സെൻട്രൽ ഫിംഗർ കറണ്ട്. അപ്പോൾ നോക്കൂ, സ്ട്രെച്ച്ഡ് തമ്പ് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടാ, സ്ട്രെച്ച്ഡ് തമ്പ് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട്. അതാണ് ഇവിടുത്തെ X ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ഒറ്റ പോയിന്റ് സംസാരിച്ചിട്ടുള്ളൂ. നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന മേജർ ഒരു പോർഷൻ ഇതോടുകൂടി കഴിഞ്ഞു. നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 2 ക്ലാസ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളൂ. 2 പോയിന്റുകളെ അതിൽ പ്രധാനമായിട്ടുള്ളൂ. അത് രണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യട്ടോ. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളത് പിന്നേക്ക് നീട്ടി വെക്കരുത്. അത് ഭയങ്കര അബദ്ധമാവും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഡേറ്റ് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇനി എത്ര ദിവസമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഉള്ളതെന്നുള്ളതും കൂടി ഓർക്കുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഡോണ്ട് ബി പാനിക്. അതിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നീട്ടി വെക്കരുത്. ഓക്കെ.